അപ്പോൾ CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ SSCയുടെ എക്സാംസ് എന്ന് പറയുന്ന ആൻഡ് ഉറപ്പായിട്ടും അതെന്തായിരിക്കും ഒരു IPS ഓഫീസർ ആയിരിക്കും ഉറപ്പായിട്ടും. ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ഇനി ഈ വർഷത്തെ വരായിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്ത് ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഒരുപാട് ഡ്രീം കൂടിയാണ് SSC CGL എക്സാംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അതിലും ഒരുപാട് പേര് അതിൽ ഫോഴ്സ് അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റുകളിലേക്കോ അതുപോലെ ഫോഴ്സിലേക്കൊക്കെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരിൽ നമുക്കവിടെ CGLന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത്. അതിലും ഒരുപാട് പേര് വളരെയധികം എന്താ പറയുക, അവരുടെ ഒരു ഡ്രീമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്, എല്ലാവരുടെയും ഒരു ഡ്രീമാണ് അവിടേക്ക് എത്തുക എന്നുള്ളത്. അതാണ് നമ്മുടെ CBI എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു CBIയുടെ ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പല വഴികളുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ CBI എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനിലേക്ക് എത്തിച്ചേരുന്നതും അതിന് എന്തൊക്കെ വഴികളുണ്ടെന്നും അതിൽ നമുക്ക് CGL വഴി എങ്ങനെയാണ് എത്തേണ്ടത്, അതിൻ്റെ ഒരു കട്ട് ഓഫ് ലൈക്ക് നമ്മുടെ CGLൻ്റെ എക്സാംസ് തന്നെ CGLൻ്റെ കട്ട് ഓഫ് അല്ല, നമ്മുടെ CBIയുടെ എക്സാമിന് എത്രത്തോളം കട്ട് ഓഫ് ഉണ്ടെങ്കിൽ ആണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷൻ്റെ അകത്ത് നോക്കാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ടു എൻട്രി ആപ്പിലേക്ക്. അപ്പോൾ CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ CBIയുടെ എക്സാംസ് എന്ന് പറയുന്നത് CBIക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് റിക്രൂട്ട്മെൻറ്റ് എക്സാം ഇല്ല. നമ്മുടെ CBIയുടെ എക്സാംസ് അല്ലെങ്കിൽ CBIയുടെ ആ ഒരു പോസ്റ്റിലേക്ക് CBIയുടെ ആ ഓർഗനൈസേഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് വേരിയസ് ഡിഫറെൻറ്റ് എക്സാംസ് ആണുള്ളത്. ആ എക്സാംസിൽ കുറേ പോസ്റ്റുകളുടെ ഇടയ്ക്കാണ് നമ്മുടെ CBI വരുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ആ ഒരു റിക്രൂട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു CBI എന്ന് പറയുന്ന ഓർഗനൈസേഷനിലേക്ക് എത്തിച്ചേരാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഡെഫിനറ്റ്ലി നമ്മുടെ UPSC വഴി നമുക്ക് എത്തിച്ചേരാൻ പറ്റും. UPSC എക്സാംസ് എഴുതി നമുക്ക് അവിടുന്ന് IPS കിട്ടി, ആ IPS വഴി ആ ഒരു റാങ്ക് കിട്ടി, അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് CBIയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവർക്കും ഏറ്റവും എളുപ്പം എത്തിച്ചേരാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ SSCയുടെ എക്സാംസ് എന്ന് പറയുന്നത്. SSCയുടെ എക്സാംസ് എന്ന് പറയുമ്പോൾ SSC CGLൻ്റെ എക്സാമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ റാങ്കിൽ തന്നെ നമുക്ക് ഒരു CBIയിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്നൊരു എക്സാം കൂടിയാണ് SSCയുടെ എക്സാംസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളതാണ് നമ്മുടെ ഡെപ്യൂട്ടേഷൻ വഴി നമ്മൾ എത്തുന്നത്. ഡെപ്യൂട്ടേഷൻ വഴി എത്തുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും നമ്മുടെ CBIയുടെ അണ്ടറിൽ തന്നെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ വലിയ ഫിനാൻഷ്യൽ ഫ്രോഡ് അങ്ങനെയൊക്കെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നുള്ള ആൾക്കാരെ ഡെപ്യൂട്ടേഷനിൽ അവിടെ എടുക്കാറുണ്ട് ആ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ RBIയിൽ വർക്ക് ചെയ്യുന്ന മേ ബി ഓഫീസേഴ്സിനും അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ CBIൻ്റെ ആ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ആ ഒരു സമയത്തേക്ക് നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്തേക്കൊക്കെ നമുക്ക് അവിടെ ഡെപ്യൂട്ടേഷനിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫുൾ ടൈം നമുക്ക് ഈ പറയുന്ന CBIയിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒന്ന് UPSC എക്സാംസും അതുപോലെ തന്നെ പിന്നെ SSCയുടെ എക്സാംസും ആണ് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നത്. ഇനി നമുക്ക് അതിൽ തന്നെ ഇപ്പം നിങ്ങൾക്കറിയാം ഇതിൻ്റെ അകത്ത് നമ്മുടെ CBI എന്ന് പറയുമ്പോൾ ഒരുപാട് പോസ്റ്റുകളും അതിന് റാങ്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ റാങ്ക് സ്ട്രക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് റാങ്ക് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റാണ് റാങ്കാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഉറപ്പായിട്ടും അതെന്തായിരിക്കും, ഒരു IPS ഓഫീസർ ആയിരിക്കും ഉറപ്പായിട്ടും. അത് നമ്മുടെ DGP റാങ്കിലെ ഒരു ഓഫീസറും ആയിരിക്കും നമ്മുടെ ഡയറക്ടർ എന്ന് പറഞ്ഞ ആ പോസ്റ്റിലിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടടിയിലായിട്ട് കുറേ പോസ്റ്റുകളുണ്ട്. നമുക്കവിടെ സ്പെഷ്യൽ ഡയറക്ടർ ഉണ്ട്, അഡീഷണൽ ഡയറക്ടർ ഉണ്ട്, ജോയിൻറ്റ് ഡയറക്ടർ ഉണ്ട്. ഡെഫിനറ്റ്ലി ആ ഒരു നമ്മുടെ ആ റാങ്ക് എല്ലാം തന്നെ ഫില്ല് ചെയ്യുന്ന ആരായിരിക്കും, ഫിൽഡ് ബൈ IPS ഓഫീസേഴ്സ് ഓൺ ഡെപ്യൂട്ടേഷൻ ടു ദി CBI. ഡെപ്യൂട്ടേഷനിൽ IPS ഓഫീസേഴ്സ് ആണ് ഈ ഒരു പോസ്റ്റുകളെല്ലാം തന്നെ ഫില്ല് ചെയ്യുന്നത്. ഇനി ഈ റാങ്കിന് തൊട്ടടിയിലേക്ക് വരുവാണെങ്കിൽ അവിടെ നമ്മുടെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഉണ്ട്, DIG ഉണ്ട്, അതുപോലെ തന്നെ SSP ഉണ്ട്, SP ഉണ്ട്, അഡീഷണൽ SP ഉണ്ട്, ഡെപ്യൂട്ടി SP ഉണ്ട്, ഇങ്ങനെ പല റാങ്കുകൾ DSP. ഓക്കെ, നമുക്ക് അവിടെ അങ്ങനെ പല റാങ്കുകൾ നമുക്ക് പിന്നെയും വരുന്നുണ്ട്. ഈ റാങ്കുകളിലൊക്കെ തന്നെ നമുക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UPSC എക്സാംസ് നമുക്ക് IPS ഓഫീസറായിട്ടോ IRS ഓഫീസറായിട്ടൊക്കെയാണ് നമ്മൾ അവിടെ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ UPSC എക്സാംസ് എഴുതിയ ഒരാൾ എങ്ങനെയാണ് CBIയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും IPS IRS റാങ്ക് ഉള്ളവരായിരിക്കും എത്തുന്നത്. ഏത് പോസ്റ്റിലേക്കാണ് അവർ എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്റിലേക്കാണ് അവർ എത്തുന്നത്. അവിടെ നിന്നാണ് പിന്നെ അവരുടെ പ്രൊമോഷൻസ് മേളിലേക്ക് നടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന്
നോക്കാൻ പോകുന്നതാണ് എങ്ങനെ SSCയുടെ എക്സാംസ് വഴി ഇവിടെ എത്താവുന്നത്. അപ്പം നമ്മുടെ UPSC എക്സാംസ് വഴിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നതെങ്കിൽ നമ്മുടെ SSC എക്സാംസ് വഴിയാണ് നിങ്ങൾ ഈ കാണുന്ന പോസ്റ്റുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ SSC നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും നടത്തുന്ന SSC CGLന്റെ എക്സാം എഴുതിക്കൊണ്ട് ഒരു നല്ല കട്ട് ഓഫ്, അവിടെ ഒരു കട്ട് ഓഫ് പറയുന്നുണ്ട് SSC, ആ ഒരു കട്ട് ഓഫിന് മേളിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഈ ഒരു CBI എന്ന് പറയുന്ന ഓർഗനൈസേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ എത്തിച്ചേരുമ്പോൾ നമുക്ക് ആദ്യമേ കിട്ടുന്ന ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളവിടെ ജോയിൻ ചെയ്യുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ റാങ്കിലായിരിക്കും നമ്മളവിടെ ജോയിൻ ചെയ്യുന്നത്. അതിന് ശേഷമാണ് പിന്നെ നമുക്ക് അവിടെ നിന്ന് മുകളിലേക്കുള്ള പ്രൊമോഷൻസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ സെഷനിൽ തന്നെ നമ്മൾ നോക്കുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെ CGLന്റെ എക്സാം വഴി ഈ ഒരു CBIയിലേക്ക് എത്താം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും. SSC CGLന്റെ എക്സാമിൻ്റെ ഈ വർഷത്തെ SSC CGLന്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത് നമ്മുടെ SSCയുടെ കലണ്ടർ അനുസരിച്ച് June 11, 2024 നമ്മുടെ CGLന്റെ നോട്ടിഫിക്കേഷൻ, നമ്മുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു ഗ്രാജുവേറ്റിനും ആ ഒരു എക്സാം എഴുതാൻ പറ്റും. ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കിട്ടുന്നത്. ഇനി വൺസ് നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ നമുക്കൊരു എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാമിനെയാണ് നമ്മൾ CGLന്റെ എക്സാമിൻ്റെ Tier 1 എന്ന് പറയുന്നത്. ആ എക്സാം ആസ് പെർ നമ്മുടെ കലണ്ടർ, SSC റിലീസ് ചെയ്തിരിക്കുന്ന കലണ്ടർ നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബറിലാണ് ആ ഒരു എക്സാം നടക്കാനിരിക്കുന്നത്. വൺസ് ആ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മാത്രമായിരിക്കും എവിടേക്ക് പോകുന്നത്, നമ്മുടെ Tier 2 എക്സാം, അതിൻ്റെ തന്നെ Tier 2 എക്സാമിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു കംപ്ലീറ്റ് 390 മാർക്കിൻ്റെ ഒരു എക്സാം ആണ്. 390 മാർക്കിലാണ് ആ എക്സാം നടക്കുന്നത്. അത് കൂടാതെ പിന്നെ ചില ക്വാളിഫയിങ് ഏരിയസ് വേറെ ഉണ്ട്. നമ്മുടെ Tier 1 എന്ന് പറയുന്നത് 200 മാർക്സിലാണ് നടക്കുന്നത്. അപ്പോൾ 200 മാർക്സിൽ നമ്മൾ അവിടെ ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രം മതി. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്കോർ വേണം. ആ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ എത്താൻ പറ്റത്തുള്ളൂ, ആ CBI എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ Tier 2 എക്സാം ക്ലിയർ ചെയ്യാൻ അവിടെ പല കട്ട് ഓഫ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ എക്സാം മൊത്തത്തിൽ ക്ലിയർ ചെയ്യാൻ ഒരു ചെറിയ കട്ട് ഓഫ് ഉണ്ട്. പക്ഷേ ഈ കട്ട് ഓഫ് എല്ലാം കഴിഞ്ഞും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റ് CGLന്റെ എക്സാം ക്ലിയർ ചെയ്യുന്നതിനെ കുറിച്ചല്ല, CBI എന്ന് പറഞ്ഞാൽ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ ഒരു കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ആ കട്ട് ഓഫ് എത്ര ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നുള്ള ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, നമുക്ക് ഈ പോസ്റ്റിലേക്ക് എത്താൻ എത്ര മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പോസ്റ്റിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ മാർക്ക് എത്ര ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. ആൻഡ് വൺസ് ഈ Tier 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഈ ഒരു CBIയുടെ പോസ്റ്റിന് വേണ്ടി ഡെഫിനറ്റ് CBI എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതൊരു ഫോഴ്സ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടി നിങ്ങൾ ഡെഫിനറ്റ്ലി അവിടെ ക്ലിയർ ചെയ്യണം. അതുകൂടി ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർഗനൈസേഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഈ നമ്മൾ ഇവിടെ പറഞ്ഞ ആ ഒരു സ്കോറും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പറഞ്ഞ SSC CGL നമ്മുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ വഴി നമ്മൾ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ CBIയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്, സബ് ഇൻസ്പെക്ടർ SI പോസ്റ്റിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഡയറക്റ്റ്ലി. ഇനി എന്താണ് ഇവിടുത്തെ ഒരു സാലറി, നമ്മുടെ CBIയിൽ ഒരു SIയുടെ സാലറി എത്ര നോക്കിക്കഴിഞ്ഞാൽ അവിടെ 80,000+ ആണ് നമ്മുടെ സാലറി എന്ന് പറയുന്നത്. ബിക്കോസ് ഇപ്പം വീണ്ടും ഡിയറൻസ് അലവൻസ് കൂട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ 80,000+ ആണ് ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് ഒരു CBIയുടെ സബ് ഇൻസ്പെക്ടറിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞു, കട്ട് ഓഫ് എത്ര കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് CGLന്റെ എക്സാമിന് ഇത്രയും മാർക്കാണുള്ളത്, അപ്പോൾ എനിക്ക് CBI കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഈ ഒരു കട്ട് ഓഫിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അവിടെ ഡെഫിനറ്റ്ലി ഈ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്ന കാര്യങ്ങൾ കട്ട് ഓഫ് എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടറിനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒന്ന് നിങ്ങൾക്കറിയാം, വേക്കൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനനുസരിച്ച്, ഇപ്പോൾ വേക്കൻസി ഒരുപാട് കുറവാണെങ്കിൽ കട്ട് ഓഫ് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. വേക്കൻസി കൂടുതലുണ്ടെങ്കിൽ കട്ട് ഓഫ് എന്ത് ചെയ്യും, കുറയും. നമുക്കവിടെ കട്ട് ഓഫ് കുറച്ചുകൂടി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ്, അതുപോലെ എത്രത്തോളം വേക്കൻസി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡെഫിനറ്റ്ലി കട്ട് ഓഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ റീസെൻ്റ്ലി നമുക്ക് കഴിഞ്ഞ 2 വർഷം നടന്ന എക്സാം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഈ CBIയുടെ പോസ്റ്റ് കിട്ടിയവരുടെ ആ ഒരു കട്ട് ഓഫ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വരുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം, 320+ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഔട്ട് ഓഫ് 390. ഓക്കെ, ഔട്ട് ഓഫ് 390 320+ ഉണ്ടെങ്കിൽ നമുക്ക് ആ CBIയുടെ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഒരു വർഷം നമുക്ക് നടന്ന ആ ഒരു CBIയുടെ ആ ഒരു CGLന്റെ എക്സാമിൽ CBIയുടെ പോസ്റ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 315 ആയിരുന്നു, 315 ആയിരുന്നു. അപ്പോൾ നമുക്കവിടെ കളക്റ്റീവായിട്ട് കഴിഞ്ഞ 2 വർഷത്തെ കൂടി ഒന്ന് ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 320+ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓക്കെ നമുക്കത് പോസ്റ്റ്
കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു നോർമൽ നമ്മുടെ യൂഷ്വൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, വളരെ വേക്കൻസി കുറവാണ്, 5-6 വേക്കൻസി ഒക്കെ ഉള്ളെങ്കിൽ ഡെഫിനറ്റ്ലി കട്ട് ഓഫ് ഇതായിരിക്കില്ല, കട്ട് ഓഫ് വളരെ കൂടും. പക്ഷേ അതർവൈസ് കട്ട് ഓഫ് നമുക്ക് ജനറലി വരുന്ന ഒരു കട്ട് ഓഫ് കഴിഞ്ഞ 2 വർഷത്തെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 320+ ഒക്കെ ഉണ്ട്. 390 എങ്കിൽ നമുക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? CBI എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ്, നമ്മുടെ SI CBI നമുക്ക് ആ ഒരു SI എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു SSC എക്സാംസ് വഴി, CGLന്റെ എക്സാം വഴിയാണ് നമ്മൾ ആ ഒരു CBIയുടെ SI എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു എത്രത്തോളം കട്ട് ഓഫ്, ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്രത്തോളം കട്ട് ഓഫ് ആണ് വേണ്ടിയേ ഈ ഒരു പോസ്റ്റ് കിട്ടാൻ വേണ്ടിയെന്ന് ചോദിക്കാറുണ്ട്. CGLന്റെ കട്ട് ഓഫ് അല്ല, ആ ഒരു പോസ്റ്റിന് കട്ട് ഓഫ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റിന് കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊമോഷൻസ് വരുന്നത്? ലൈക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പം ഒരു സബ് ഇൻസ്പെക്ടർ ആയിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന CBIയിൽ ജോയിൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ എക്സാംസ് ക്ലിയർ ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, വൺസ് നമ്മൾ SI ആയിട്ട് ജോയിൻ ചെയ്താൽ പിന്നെ നമുക്ക് അവിടെ വരുന്ന പ്രൊമോഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ പ്രൊമോഷൻ ഇൻസ്പെക്ടർ ആയിട്ടും, പിന്നെ അതിനുശേഷം നമ്മൾ DSP ആയിട്ടും, പിന്നെ അഡീഷണൽ ഡെപ്യൂട്ടി SP ആയിട്ടും, അതുപോലെ ദെൻ അഡീഷണൽ SP ആയിട്ടും, പിന്നെ SP ആയിട്ടും, പിന്നെ നമ്മുടെ സീനിയർ SP അല്ലെങ്കിൽ SSP ആയിട്ടാണ് നമ്മുടെ പ്രൊമോഷൻസ് നമുക്ക് അവിടെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും പ്രൊമോഷൻസ് എങ്ങനെയാണ് പോകുന്നതെന്നുള്ള ചാർട്ട് നിങ്ങൾക്ക് അവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കവിടെ CBIയിൽ വരുന്ന പ്രൊമോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു CBI എന്ന് പറയുന്ന ആ ഒരു വളരെ നല്ലൊരു പോസ്റ്റ്, ഇപ്പോൾ ഒരുപാട് പേരുടെ ഒരു ഡ്രീമാണ് ആ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചിരുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് CBI ഓഫീസറാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു പവർ ഭയങ്കര കൂടുതലാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു CBI ഓഫീസറിൻ്റെ പവർ എന്ന് പറയുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാവരും എന്താ പറയുക, ന്യൂസിലോ അതുപോലെ ഈവൻ മൂവീസിലടക്കം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റ് തരുന്നൊരു പവർ വളരെ കൂടുതലാണ്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ ഡെഫിനറ്റ്ലി ആ ഒരു മോട്ടിവേഷനാണ് നമ്മുടെ സാലറി എന്ന് പറയുന്നതും നിങ്ങൾ കണ്ടു കാണും. വളരെ വലിയൊരു ഹ്യൂജ് സാലറിയാണ്. ഈ ഒരു കാറ്റഗറി തന്നെ ഏറ്റവും നല്ല സാലറിയാണ് നമ്മുടെ CBIയുടെ SIക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു വളരെ വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കണം നിങ്ങൾ ഈ വരാതിരിക്കുന്ന വർഷത്തെ CGLന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ വർഷത്തെ എക്സാംസ് നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ ജൂൺ ജൂലൈ സമയത്താണ് വരാതിരിക്കുന്നത് CGLന്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എത്രയും വേഗം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കട്ട് ഓഫിലേക്കൊക്കെ ആ ഒരു പോസ്റ്റിലേക്കുള്ള കട്ട് ഓഫിലേക്ക് റീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ എത്രയും വേഗം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മുടെ എൻട്രിയും നമ്മുടെ CGLന്റെ എക്സാംസിന് വേണ്ടി പ്രിപ്പറേഷന് വേണ്ടി ബാച്ചസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ എൻട്രിയിൽ ഡിഫറെൻറ്റ് ബാച്ചസ് പോകുന്നുണ്ട്. ഈ പറഞ്ഞ SSCയുടെ എക്സാംസിന് വേണ്ടിയും റെയിൽവേയുടെ എക്സാംസിനൊക്കെ വേണ്ടി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാച്ചസിനെ കുറിച്ച് അറിയാനും ആ ഒരു ബാച്ച് ടൈമിങ്ങിനെ കുറിച്ച് അറിയാനും, അതുപോലെ തന്നെ CGL മാത്രമല്ല ഈവൻ റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും എല്ലാ എക്സാംസ് നിങ്ങൾ ഈ പറഞ്ഞ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ CGLും റെയിൽവേയും ബാങ്കും നിങ്ങൾ ഒരേപോലെ നോക്കുന്നുണ്ട്. ഒരു ലോങ് ടേം പ്രിപ്പറേഷനാണ് നിങ്ങളുടെ ആ ഒരു പ്ലാനെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി സ്പെഷ്യൽ ബാച്ചുകളടക്കം എൻട്രി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിനെ കുറിച്ചെല്ലാം അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ആ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിയാൻ പറ്റും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു CBIയിലെ ആ ഒരു പോസ്റ്റിനെ കുറിച്ചും അതിൻ്റെ കട്ട് ഓഫിനെ കുറിച്ചും സാലറിയെ കുറിച്ചൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതേപോലെ ബാക്കിയുള്ള CGLന്റെ പോസ്റ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും, നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയും മോട്ടിവേഷന് വേണ്ടിയും. സോ ഇതേപോലത്തെ വേറൊരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്